ഹലോ സ്റ്റുഡൻസ്, ഇത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ 8ാമത്തെ വീഡിയോയാണ്. അപ്പം എന്താണ് തെർമൽ സ്ട്രെസ്സസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് തെർമൽ സ്ട്രെസ്സസ്? അപ്പോൾ തെർമൽ സ്ട്രെസ്സസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നാണ്, ഈ പോർഷൻ്റെ ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയൽ, ഒരു സോളിഡ് മെറ്റീരിയൽ when it is subjected to a temperature fluctuation, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു സോളിഡ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കും. ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രിയോ അല്ലെങ്കിൽ 1 ഡിഗ്രിയോ 5 ഡിഗ്രിയോ 10 ഡിഗ്രിയോ അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ, ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ ബോഡിയിൽ, ആ സോളിഡ് ബോഡിയിൽ ഒരു മാറ്റം സംഭവിക്കും. ആ മാറ്റം എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. സോ ഒരു സോളിഡ് ബോഡിയുടെ അറ്റ്മോസ്ഫിയറിൽ, അതിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതെങ്ങനെ ആ ബോഡി അഫക്റ്റ് ചെയ്യുന്നു എന്നും അത് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു എന്നുമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. വെൻ മെറ്റീരിയൽസ് ആർ സബ്ജക്റ്റഡ് ടു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ്, സ്ട്രെയിൻ ഈസ് ഡെവലപ്ഡ് ഇൻ ദ മെറ്റീരിയൽസ്. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ട്രെയിൻ എന്ന് വെറും സ്ട്രെയിൻ അല്ല, ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ലീനിയർ സ്ട്രെയിൻ ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ലീനിയർ സ്ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ ലീനിയർ ആയിട്ടുള്ള ഡയമെൻഷൻസിൽ വരുന്ന ചേഞ്ചസിനെയാണ് ലീനിയർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ലീനിയർ ആയിട്ടുള്ള ഡയമെൻഷൻസിൽ വരുന്നത്, അതായത് നമുക്ക് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡയമെൻഷൻസിനെയാണ് ലീനിയർ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ബോഡി, ഒരു സ്റ്റീലോ അയണോ അങ്ങനെ എന്തൊരു മെറ്റലോ, എന്ത് മെറ്റലാണെങ്കിലും അത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, അതെല്ലാം ഒരു ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ചിൽ സബ്ജക്റ്റഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യും. ഒരു 99% കേസിലും ഡയമെൻഷൻസ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡയമെൻഷൻസ് കൂടും. അതിൻ്റെ ലെങ്ത് കൂടും, അതുപോലെ ബ്രെഡ്ത്ത് കൂടും, ഹൈറ്റ് കൂടും. അതുപോലെ നമുക്കൊരു പ്ലെയിനിൻ്റെ ഡയഗണൽ മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയഗണൽ കൂടും. അങ്ങനെ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ മെഷർമെൻറ്റ്സും കൂടും. ഡയമീറ്റർ കൂടും, ഇൻറ്റേർണൽ ഡയമീറ്ററും കൂടും, എക്സ്റ്റേണൽ ഡയമീറ്ററും കൂടും, രണ്ടും കൂടും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ 99% മെറ്റീരിയൽസിൻ്റെയും ഡയമെൻഷൻസ് കൂടും. ചില മെറ്റീരിയൽസ്, 1% മെറ്റീരിയൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡയമെൻഷൻസ് കുറയുന്ന മെറ്റീരിയൽസും ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാസ്റ്റിങ്ങിലൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. കാസ്റ്റിംഗ് പ്രോസസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന മെറ്റീരിയൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ സൈസ് കുറയും. അത് ജസ്റ്റ് ഒരു എക്സെപ്ഷണൽ കേസാണ്, വൺ ഓഫ് കേസാണ്. അപ്പം ബാക്കി ഒരു 99% നമ്മൾ ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൈസ് കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. സോ വെൻ മെറ്റീരിയൽസ് ആർ സബ്ജക്റ്റഡ് ടു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ്, ലീനിയർ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. അതായത് ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ് ഇസ് എ മെഷർമെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. നമ്മുടെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സൈസ് കൂടുന്നതിൻ്റെ ഒരു മെഷർമെൻ്റാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിൻ ഉണ്ടാകുന്നു, അതായത് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നു. ടെമ്പറേച്ചർ മാറുമ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ, ഒരു ബോഡിയുടെ സൈസ് മാറുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയലിൻ്റെ സൈസ് മാറുന്നത് ഒന്നുകിൽ അത് വലുതാകും അല്ലെങ്കിൽ ചെറുതാകും. ഈ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന സ്ട്രെയിനിന് നമ്മൾ തെർമൽ സ്ട്രെയിൻ എന്ന് പറയും. ടെമ്പറേച്ചർ കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെയിനിനെയാണ് തെർമൽ സ്ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ തെർമൽ സ്ട്രെയിൻ ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് നമ്മളെപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും ഒരുമിച്ച് വരുന്നു എന്നാണ് പഠിക്കുന്നത്. പക്ഷെ തെർമൽ സ്ട്രെയിനിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അതൊന്നുകൂടി കേട്ടോളൂ.
തെർമൽ സ്ട്രെയിനിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. സ്ട്രെസ് ഇല്ലാതെ സ്ട്രെയിൻ മാത്രം ഉണ്ടാവുന്ന ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ് തെർമൽ സ്ട്രെയിൻ. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ മെറ്റീരിയലിൻ്റെ നാച്ചുറൽ ടെൻഡൻസിയാണ്, അതിൻ്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയാണ് സൈസ് കൂടുക എന്നുള്ളത്, അല്ലെങ്കിൽ സൈസ് മാറുക എന്നുള്ളത്. കൂടുക കുറയുക എന്നുള്ളത് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നില്ല, അതൊരു അപൂർവം കേസസിൽ മാത്രമേ അങ്ങനെ കുറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൈസ് കൂടുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ സൈസ് കുറയുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്, ഒരു നാച്ചുറലായിട്ടുള്ള അവസ്ഥയാണ് മെറ്റീരിയലിൻ്റെ. അപ്പോൾ മെറ്റീരിയലിനെ നമ്മൾ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ മെറ്റീരിയലിൻ്റെ ഇഷ്ടത്തിന് അതിൻ്റെ സൈസ് കൂടുകയാണ്. അപ്പോൾ അതിനകത്ത് സ്ട്രെസ് ഒന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയലിനെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ലോഡ് കൊടുക്കുമ്പോൾ മാത്രമേ മെറ്റീരിയലിനകത്ത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ മെറ്റീരിയൽ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ വികസിച്ച് വരികയാണ്. അതുകൊണ്ട് അവിടെ സ്ട്രെസ് വരുന്നില്ല, സ്ട്രെയിൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ പറയാണ്, തെർമൽ സ്ട്രെയിൻസ് ആർ ലീനിയർ സ്ട്രെയിൻസ് ഓൺലി. അതായത് ഷിയർ സ്ട്രെയിൻസ് ഇല്ല, ആംഗുലർ ഡീവിയേഷൻസ് ഒന്നുമില്ല, ഷേപ്പ് ചേഞ്ച് ചെയ്യില്ല. ഒരു ക്യൂബ് നമ്മൾ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസിൽ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ അതൊരു കുറച്ചുകൂടെ വലിയ ക്യൂബായിട്ട് നമുക്ക് കിട്ടും. ഒരിക്കലും അതിൻ്റെ സൈസ് കുറഞ്ഞ് ചെറിയ ക്യൂബായിട്ട് മാറുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദേ ഹാവ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഇൻ ഓൾ പോസിബിൾ ലീനിയർ ഡയമെൻഷൻസ്. അതായത് തെർമൽ സ്ട്രെയിൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ സ്ട്രെയിൻ എല്ലാ ഡയമെൻഷൻസിലും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ സെയിം വാല്യൂ ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാകുന്നത്. സ്ട്രെയിൻ ഉണ്ടാവും, ടെമ്പറേച്ചർ ചേഞ്ച് കാരണം സ്ട്രെയിൻ ഉണ്ടാകും. സ്ട്രെയിൻ എപ്പോഴും സ്ട്രെയിനിൻ്റെ വാല്യൂ ഏത് ഡയറക്ഷനിലും ഏത് ലീനിയർ ഡയമെൻഷൻസിലും അതിൻ്റെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലായിരിക്കും. തെർമൽ സ്ട്രെയിൻ അതിൻ്റെ ന്യൂമറിക്കൽ ഇതിൽ എഴുതിയ തെർമൽ സ്ട്രെയിൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. സോ തെർമൽ സ്ട്രെയിൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഒരുപാട് കൂടിയാൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവും. കുറച്ച് ടെമ്പറേച്ചർ ചേഞ്ച് ഉള്ളൂവെങ്കിൽ കുറച്ച് ചേഞ്ച് കാണത്തുള്ളൂ ഡയമെൻഷൻസിൽ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ ടു സൈൻ ആകുമ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരും. അത് ആൽഫ എന്ന് പറയും. ഈ സൈൻ ആൽഫ ആണെന്ന് എല്ലാവർക്കും അറിയാം. ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, തെർമൽ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയാറുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ തെർമൽ സ്ട്രെയിൻ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫ ഇൻറ്റു the change in temperature delta T. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ പെർ ഡിഗ്രി സെൽഷ്യസ്. പെർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അതിൻ്റെ യൂണിറ്റ്, പെർ ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇപ്പോൾ സ്റ്റീലിൻ്റെ എടുത്താൽ 12 × 10⁻⁻⁶ പെർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അതിൻ്റെ ഇത് വരുന്നത്, ഫോർമുല വരുന്നത്. തെർമൽ സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ കുറച്ചുകൂടെ എത്തുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പം പെർ ഡിഗ്രി സെൽഷ്യസ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പെർ ഡിഗ്രി സെൽഷ്യസ് 1/ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റ്. ഒരു ഡിഗ്രി സെൽഷ്യസിൽ എത്ര സ്ട്രെയിൻ ഉണ്ടാകുന്നു, ഒരു ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് സംഭവിക്കുമ്പോൾ എത്രമാത്രം സ്ട്രെയിൻ ഉണ്ടാകുന്നു എന്നാണ് വരുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ഒരു ലെങ്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡെൽറ്റ എൽ ബൈ എൽ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഒറിജിനൽ ഡയമെൻഷനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഒറിജിനൽ ഡയമെൻഷനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ വരുന്നത് എങ്ങനെയാണ് വരും? അതിനാണ് എഴുതിയിട്ടുള്ളത് ഡെൽറ്റ എൽ ബൈ എൽ തെർമൽ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി.
എന്ന് വരും. അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കും. എല്ലാ ഡയമെൻഷൻസിലെയും സ്ട്രെയിൻ സെയിം ആണ്. സ്ട്രെയിൻ എപ്പോഴും ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ള ഫോമിലാണ് വരുന്നത്. സ്ട്രെയിൻ എപ്പോഴും ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ സ്ട്രെയിൻ അതിന് മാറ്റമില്ല, ആ ഭാഗത്തിന് മാറ്റമില്ല. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ലെങ്ത് ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി അതേസമയം നമുക്ക് ചേഞ്ച് ഇൻ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഡയമീറ്റർ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അതുപോലെ ചേഞ്ച് ഇൻ വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വിഡ്ത്ത് ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അങ്ങനെ ഏത് ഡയമെൻഷനാണോ അതിൻ്റെ ഏത് ഡയമെൻഷനിൻ്റെ ചേഞ്ച് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ഡയമെൻഷൻ്റെ ഒറിജിനൽ വാല്യൂ ഇൻറ്റു സ്ട്രെയിൻ ചെയ്താൽ മതി. നമുക്കത് കിട്ടും. അതിൻ്റെ ചേഞ്ച് വാല്യൂ നമുക്ക് കിട്ടും. എന്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അതത്ര ക്ലിയർ ആവുന്നില്ല, ഞാനത് വായിക്കാം എന്തായാലും. A steel rod of 20 mm diameter and 200 mm length is subjected to an increase in temperature of 50 degrees Celsius. If the coefficient of thermal expansion is 12 into 10 raised to minus 6 per degree Celsius, find the change in length and diameter of the rod. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 20 mm ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതുപോലെ ലെങ്ത് 200 mm ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി 50 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ആൽഫ 12 into 10 raised to minus 6 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണം. അതുപോലെ ചേഞ്ച് ഇൻ ഡയമീറ്ററിൻ്റെയും ലെങ്തിൻ്റെയും ചേഞ്ച് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. മുകളിലുള്ള ഇക്വേഷൻസ് നമ്മൾ അതേപടി അപ്ലൈ ചെയ്താൽ മതിയാകും. സൊല്യൂഷൻ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു പ്രാക്ടീസിന് വേണ്ടി ഇട്ട ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ തെർമൽ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ 200 mm, ആൽഫ 12 into 10 raised to minus 6 per degree Celsius, ഡെൽറ്റ ടി 50 degree Celsius ആണ്. സോ നമുക്ക് ഏറ്റവും മുകളിലത്തെ ഇക്വേഷൻസ് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ എൽ തെർമൽ ഈക്വൽ ടു 200 into 12 into 10 raised to minus 6 into 50 അത് ചെയ്ത് വരുമ്പോൾ 0.12 mm എന്ന് കിട്ടും. അതുപോലെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ 20 ആണ്. 20 into 12 into 10 raised to minus 6 into 50. ആൽഫയ്ക്കും ഡെൽറ്റ ടിക്കും ഇവിടെ ഒന്നും മാറ്റമില്ല. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി, ഇവിടെയും ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. സ്ട്രെയിൻ ആണത്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സ്ട്രെയിൻ ആവുന്നത്. സ്ട്രെയിനിന് മാറ്റമൊന്നുമില്ല. നമ്മൾ ഒറിജിനൽ ഡയമെൻഷൻസിൻ്റെ കേസിൽ മാറ്റി കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0.012 mm എന്ന് കിട്ടും. നിങ്ങൾ കാൽക്കുലേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് ഉറപ്പ് വരുത്തിക്കൊള്ളുക. ഞാൻ ചെയ്യുന്ന വാല്യൂസ് തന്നെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളുക. അപ്പം അടുത്തതായിട്ട് നമ്മൾ തെർമൽ സ്ട്രെസ്സസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തെർമൽ സ്ട്രെസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് നോക്കണം. when subjected to temperature fluctuation, the natural tendency of the material is to expand or contract. അത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നെ. നാച്ചുറൽ ടെൻഡൻസിയാണ്. ടെമ്പറേച്ചർ മാറുമ്പോൾ ഒന്നുകിൽ വികസിക്കുക അല്ലെങ്കിൽ ചുരുങ്ങുക എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ നാച്ചുറൽ ടെൻഡൻസിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ, അതായത് നമുക്ക് യാതൊരു തടസ്സവുമില്ലാതെ ടെമ്പറേച്ചറിനൊപ്പം തന്നെ വികസിക്കാനോ ചുരുങ്ങാനോ ഉള്ള സാധ്യത ഉള്ളപ്പോൾ the stresses developed in the material is zero. ഫ്രീ ഡിഫോർമേഷൻ, ഫ്രീ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫ്രീ കോൺട്രാക്ഷൻ, ഒന്നുകിൽ വികസിക്കുകയും ചുരുങ്ങും, അതിന് യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മൾ സമ്മതിക്കുമ്പോൾ മെറ്റീരിയലിനകത്ത് എന്തുണ്ടാവില്ല? സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. സ്ട്രെസ് ഡെവലപ്ഡ് വിൽ ബി സീറോ. സോ ഫ്രീ എക്സ്പാൻഷൻ ആവുന്ന സമയത്ത് സ്ട്രെസ് സീറോയാണ്. When the deformation of the material due to temperature fluctuation is partially or fully blocked, അല്ലെങ്കിൽ restricted, ബ്ലോക്ക്ഡിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയുള്ള വാക്ക് restricted എന്നാണ്. When the deformation of the material due to temperature fluctuation is partially or fully restricted, then stresses are developed in the material. Yes, അതാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ കാരണമുള്ള ഡയമെൻഷൻ ചേഞ്ച്, ഒന്നുകിൽ അത് വികസിക്കാനോ അല്ലെങ്കിൽ ചുരുങ്ങാനോ ഉള്ള മെറ്റീരിയലിൻ്റെ ടെൻഡൻസിയെ നമ്മൾ അതിനെ സമ്മതിക്കാതെ, ഒന്നുകിൽ നമ്മൾ പരിപൂർണമായിട്ട് ഫുള്ളി
ഒട്ടും തന്നെ അതിൻ്റെ ലെങ്ത് കൂടാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുക. ലെങ്തോ ഡയമീറ്ററോ അങ്ങനെ ഏതെങ്കിലും ഡയമെൻഷൻ ഒട്ടും കൂടാതെ നമ്മൾ പിടിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ പാർഷ്യലി കുറച്ച് സമ്മതിക്കും, കുറച്ച് ഭാഗം കുറച്ച് ലെങ്ത് കൂടാൻ സമ്മതിക്കുക, എന്നാൽ അതിൽ ഒരു ലിമിറ്റ് ഒരു പരിധി വിട്ട് കൂടാൻ സമ്മതിക്കാത്ത അവസ്ഥയിൽ, അതായത് മെറ്റീരിയലിൻ്റെ നാച്ചുറൽ ടെൻഡൻസിക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ തടസ്സമിട്ട് കൊടുക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഈ പറഞ്ഞതുപോലെ സ്ട്രെസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിട്ടാൽ മാത്രമേ സ്ട്രെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഫുള്ളി റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ഫുള്ളി ബ്ലോക്ക്ഡ് കേസാണ് നമ്മൾ നോക്കുന്നത്. ഫുള്ളി ബ്ലോക്ക്ഡ് കേസ് വരുമ്പോൾ എങ്ങനെയാണ് സ്ട്രെസ് കണ്ടുപിടിക്കുക? സ്ട്രെയിൻ എത്രയാണ്? അത് നമുക്ക് സമ്മതിക്കാതിരിക്കുന്ന സ്ട്രെയിൻ, അതായത് നമ്മൾ ഒട്ടും സമ്മതിക്കാത്ത സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കാരണമുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ അത് തന്നെ നമ്മൾ സമ്മതിക്കുന്നില്ല, ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. സ്ട്രെയിൻ നമുക്കറിയാം, സ്ട്രെയിൻ അറിയാം, സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഈക്വൽ ടു ഇ ഇൻറ്റു തെർമൽ സ്ട്രെയിൻ എന്ന് എഴുതാം. കുറച്ചുകൂടെ എഴുതിയാൽ ഈ തെർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഡെൽറ്റ ടി ആണെന്നറിയാം. ആൽഫ ഡെൽറ്റ ടി ആണെന്നറിയാം. അത് എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഭംഗിയായിട്ട് തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ, ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. പക്ഷേ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ഇത് ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് നമ്മൾ ഒരു മെറ്റീരിയലിനെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഒരു മെറ്റീരിയലിനെ നമ്മൾ മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻസ് മാറാൻ ഒട്ടും അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. തെർമൽ സ്ട്രെസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ. അതിൽ ആൽഫ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. ആൽഫ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെയിൻ എപ്പോഴും വരുന്നത് സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ്, സ്ട്രെയിൻ ഇൻറ്റു ഇ ആണ് നമുക്ക് വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നോക്കുന്നത്. An aluminium rod of 30 cm length and 30 mm diameter is fixed at both its ends. Yes, അത് ഒന്നുകൂടെ നോക്കുക. An aluminium rod of 30 cm length 30 cm ആണ്, diameter 30 mm ആണ്. Is fixed at both its ends. രണ്ടറ്റത്തും അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ലെങ്ത് കൂടാൻ സമ്മതിക്കുന്നില്ല. ലെങ്ത് എൻസ് രണ്ടും ഫിക്സ് ചെയ്ത് പിടിച്ചൊക്കെയാണ് നമ്മൾ അത് ഉറപ്പിച്ചൊക്കെയാണ്. Find the stress developed when it is subjected to a rise in temperature of 40 degrees Celsius. Find the stress developed when it is subjected to a rise in temperature of 40 degrees Celsius. Temperature 40 degrees Celsius കൂടുമ്പോൾ അതിൻ്റെ സ്ട്രെസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ആൽഫ ഇൻഫർമേഷനായിട്ട് തന്നിട്ടുണ്ട്. ആൽഫ ഈസ് 24 × 10⁻⁶ per degree Celsius. ഈ യങ്സ് മോഡുലസ് 70 GPa ആണ്. അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ എൻഡിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്, എൻഡിൽ ഫിക്സ്ഡ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തതൊന്ന് പറയാം. അതായത് ആദ്യം ഇതിനകത്ത് സ്ട്രെസ് ഒന്നുമില്ല. ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇതിനകത്ത് ഒരു ഇതുമില്ല, ചുമ്മാ ജസ്റ്റ് ഒരു ബോഡി അങ്ങനെ ചുമ്മാ വെച്ചിരിക്കുന്നു. ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങുമ്പോൾ ഇത് പുറത്തേക്ക് നീങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇത് പുറത്തേക്ക് നീങ്ങാനുള്ളൊരു ടെൻഡൻസി ഇതിനുണ്ടാവും. പക്ഷെ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് രണ്ട് എൻഡിൽ നിന്നും പുറത്തേക്ക് നീങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഈ റെസ്ട്രിക്ഷൻ ഇവിടെ ഉള്ള കാരണം ഈ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെയും ഈ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെയും ഉള്ളത് കാരണം നമുക്കൊരിക്കലും മെറ്റീരിയലിനൊരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇത് പുറത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു റിയാക്ഷൻ ഉണ്ടാവും. ഈ എൻസിൽ നിന്ന് ഈ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് എൻഡിൽ നിന്നും അകത്തേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം റിയാക്ഷൻ ഫോഴ്സ് 0 ആണ്. ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മെറ്റീരിയലിന് വികസിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നതിന് മുമ്പ് അത് 0 ആണ്. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ പുറത്തേക്കുള്ള പുഷിങ്, മെറ്റീരിയൽ പുറത്തേക്ക് വികസിക്കാനുള്ള ആ ഒരു തള്ളൽ, ആ പുഷിങ് കൂടും. അതിനനുസരിച്ച് അകത്തേക്കുള്ള റെസ്ട്രിക്റ്റിംഗ് ഫോഴ്സ്,
അതൊരു ഫോഴ്സാണ്. റെസ്ട്രിക്ഷൻ ആറെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഫോഴ്സാണ്. ഇവിടെ എല്ലാം തടസ്സം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അത് ഫോഴ്സാണ്. എപ്പോഴും നമ്മൾ മെക്കാനിക്സാണ് പഠിക്കുന്നത്. മെക്കാനിക്സിലെ തടസ്സം എപ്പോഴും ഫോഴ്സാണ്. ഒരു ഫോഴ്സ് അകത്തേക്ക് പോകുന്നു. ആ ഫോഴ്സിൽ നിന്നാണ് നമ്മൾ തൊട്ട് മുമ്പേ നോക്കിയ തെർമൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. ആ ഫോഴ്സ് തന്നെയാണ് തെർമൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഈ തെർമൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് താഴെ കാണിക്കുന്ന തെർമൽ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് ഈ തെർമൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ തെർമൽ സ്ട്രെസ് എന്താണെന്ന് നമുക്കറിയാം. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു വളരെ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൽഫയ്ക്ക് യൂണിറ്റ് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെയും പെർ ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്. അപ്പോൾ 40 × 24 × 10⁻⁶ വരുന്നു. ഓക്കെ, ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇ എന്ന് പറയുന്നത് ഗിഗാ പാസ്കലാണ് തന്നേക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും സാധാരണ ന്യൂട്ടനിലും മില്ലിമീറ്റർ സ്ക്വയറിലും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, അതായത് മെഗാ പാസ്കലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളത്. ഗിഗാ പാസ്കലിനെ മെഗാ പാസ്കൽ ആക്കണമെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പോൾ 70 × 10⁻³ ഇവിടെ വരും. ദി ആൻസർ 67.2 മെഗാ പാസ്കൽസ്. ഇനി ഫോഴ്സ് കണ്ടുപിടിക്കുക. നമ്മൾ ഫോഴ്സും കൂടെ ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്നുവെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ്സായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യണം. 67.2 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഇൻറ്റു സർക്കുലർ ക്രോസ് സെക്ഷനാണ്. അപ്പം πd²/4 π × 30²/4 അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ന്യൂട്ടൺസ് കിട്ടും. ഇവിടെ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ മെഗാ പാസ്കലായിരുന്നു. അപ്പോൾ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഇൻറ്റു മില്ലിമീറ്റർ സ്ക്വയർ. ഇത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇത് മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം മില്ലിമീറ്റർ സ്ക്വയറും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ന്യൂട്ടൺ ആൻസർ കിട്ടും. അതൊരു പക്ഷേ വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് കിലോ ന്യൂട്ടൺ എഴുതാം. അത് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 47.5 കിലോ ന്യൂട്ടൺസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതിനകത്തൊരു അഡീഷൻ കൂടെ ഉണ്ട്. ഫൈൻഡ് ദി എക്സ്പാൻഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ഇഫ് എൻസ് വെയർ നോട്ട് ഫിക്സ്ഡ്. അതായത് എൻസ് ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ എത്രയാകുമായിരുന്നു അതിൻ്റെ എക്സ്പാൻഷൻ? അത് നമ്മൾ മുമ്പ് ചെയ്ത് തന്നെയാണ്. ഡെൽറ്റ എല്ലേക്കുള്ള ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ ഡയമെൻഷൻ. അത് ചെയ്യുമ്പോൾ 24 × 10⁻⁶ × 40 × 300 ആണ് അതിൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.288 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. 0.288 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ അതാണ് തെർമൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ കാരണമുള്ള ഇൻക്രീസ് ഇൻ ലെങ്ത്. അടുത്തൊരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ റെസ്ട്രിക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. പാർഷ്യൽ റെസ്ട്രിക്ഷൻ, അതായത് നമ്മൾ ഇപ്പം ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ എന്നുള്ള ആൽഫ ഡെൽറ്റ ടി ഇ എന്ന് പറയുന്നത് ഫുള്ളി റെസ്ട്രിക്റ്റഡ്, ഒട്ടും സമ്മതിക്കാത്തപ്പോഴാണ് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പാർഷ്യൽ റെസ്ട്രിക്ഷനിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. പാർഷ്യൽ റെസ്ട്രിക്ഷനിൽ ആദ്യം റെസ്ട്രിക്ഷൻസ് ഇതും ഇവിടെയുമാണ് റെസ്ട്രിക്ഷൻ. ഇത് രണ്ടുമാണ് റെസ്ട്രിക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് കാണിച്ചിരിക്കുന്നത് ലെങ്ത്. അപ്പം ഇവിടുത്തെ ഈ റെസ്ട്രിക്ഷനുമായിട്ട് ഇത്രയും ഗ്യാപ്പുണ്ട്, ഈ ഒരു ഗ്യാപ്പുണ്ട്. ഇതിന് നമ്മൾ ലാംഡ എന്ന് പറയുന്നുണ്ട്. അതായത് അലവബിൾ എക്സ്പാൻഷൻ. അതായത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് വികസിക്കാൻ തുടങ്ങും. ഇത് ആദ്യം ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നിന്ന് പതുക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഈ റെസ്ട്രിക്ഷനിൽ ആദ്യത്തെ ഇൻക്രീസ് ഒക്കെ വളരെ ഫ്രീ ആയിരിക്കും, കാരണം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇത് വളർന്ന് ഈ ഒരു റെസ്ട്രിക്ഷനിൽ ടച്ച് ചെയ്യുന്നത് വരെ, എന്താണ് കാണാമെന്ന് വെച്ചാൽ ഈ ഒരു റെസ്ട്രിക്ഷനിൽ ടച്ച് ചെയ്യുന്നത് വരെ ഫ്രീ എക്സ്പാൻഷനാണ്, യാതൊരു തടസ്സവും ഇല്ലാതെ എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഇത്രയും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ആൽഫ ടി എൽ.
അവിടെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ അത് എക്സ്പാൻഡ് ചെയ്തായിരുന്നു. അതായത് ആൽഫ ടി എൽ ആകുമായിരുന്നു അതിൻ്റെ എക്സ്പാൻഷൻ. പക്ഷേ ഇപ്പോൾ എത്ര എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ? ഇപ്പോൾ ലാംഡ മാത്രമേ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ, ലാംഡ വരെ മാത്രമേ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ലാംഡ വരെ ഇതായി, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ തട്ടി ഇവിടെ തട്ടി നിൽക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാംഡ വരെ ഫ്രീ എക്സ്പാൻഷനാണ്. അപ്പോൾ എപ്പോഴും പാർഷ്യൽ റെസ്ട്രിക്ഷൻ എന്നുള്ള അവസ്ഥ എത്തണമെങ്കിൽ ഈ ആൽഫ ടി എൽ ടെമ്പറേച്ചർ കാരണമുള്ള ഇൻക്രീസ് ഇൻ ലെങ്ത് ലാംഡയെക്കാട്ടി അലവബിളിനെക്കാട്ടിയും കൂടുതലായിരിക്കണം. കാരണം ഇത് ആൽഫ ടി എൽ കുറവാണെങ്കിൽ ഇതിൽ തട്ടുന്ന ഒരു സാധ്യതയില്ല, ഇതിനെക്കാട്ടിയും കുറവായിരിക്കും എപ്പോഴും. ആൽഫ ടി എൽ ലാംഡയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ റെസ്ട്രിക്ഷനിൽ അല്ലെങ്കിൽ ആ തടസ്സത്തിൽ, ആ ഒരു ഫിക്സേഷനിൽ തട്ടുന്നുള്ളൂ. ഇവിടെ ഈ റെസ്ട്രിക്ഷനിൽ തട്ടണമെങ്കിൽ ആൽഫ ടി എൽ ഈ ലാംഡയെക്കാട്ടിയും കൂടുതലായിരിക്കണം. അപ്പം ആൽഫ ടി എൽ ലാംഡയെക്കാട്ടിയും കൂടുതലാണെങ്കിൽ മാത്രമേ പാർഷ്യൽ റെസ്ട്രിക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്തുകൊള്ളൂ. അത് മാക്സിമം ഈൽഡിങ് അങ്ങനെയൊക്കെ പറയും, മാക്സിമം ഈൽഡിങ് അല്ലെങ്കിൽ മാക്സിമം അലവബിൾ ഡിഫോർമേഷൻ, മാക്സിമം പോസിബിൾ ചേഞ്ച് ഇൻ ലെങ്ത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അലവബിൾ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ അലവബിൾ ഈൽഡിങ്, അല്ലെങ്കിൽ ദി മെറ്റീരിയൽ ക്യാൻ ഈൽഡ് ബൈ, അല്ലെങ്കിൽ ദി റെസ്ട്രിക്ഷൻസ് ക്യാൻ ഈൽഡ് ബൈ 0.2 millimeters, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആൽഫ ടി എൽ അതായത് ടെമ്പറേച്ചർ കാരണമുള്ള ഇൻക്രീസ് ഇൻ ലെങ്ത് അലവബിൾ ആയിട്ടുള്ള ചേഞ്ച് ഇൻ ലെങ്തിനേക്കാൾ കൂടുതലായാൽ മാത്രമേ പാർഷ്യൽ റെസ്ട്രിക്ഷൻ കേസ് ആകുകയുള്ളൂ. അപ് ടു ആൻ എക്സ്പാൻഷൻ ഓഫ് ലാംഡ വരെ അലവബിൾ എലോങ്ങേഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ് ടു ആൻ എക്സ്പാൻഷൻ ഓഫ് ലാംഡ ദ റോഡ് ഓർ ബാർ അണ്ടർഗോസ് ഫ്രീ എക്സ്പാൻഷൻ. റോഡ് അല്ലെങ്കിൽ ബാർ അണ്ടർഗോസ് ഫ്രീ എക്സ്പാൻഷൻ. ദർ ഇസ് നോ സ്ട്രെസ്. ഫ്രീ എക്സ്പാൻഷൻ സ്ട്രെസ് ഇല്ല. As soon as the rod expands and touch the external restriction, the restrictions start applying force and stress is developed. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് ആ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷനിൽ തൊടുന്ന ആ സമയം തൊട്ട് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ ഫോഴ്സ് കാരണം സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഫോഴ്സ് ഫ്രം എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ ഈസ് ആർ. അപ്പോൾ നമുക്കിത് പറയാം, ആൽഫ ടി എൽ മൈനസ്, ഇവിടെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ വളരെ ശ്രദ്ധയോടെ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഇതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചറും റെസ്ട്രിക്ഷനും ഒരുമിച്ച് നിൽക്കുകയാണ്. നമുക്ക് തൽക്കാലത്തേക്ക് അതിൻ്റെ അനാലിസിസിൻ്റെ എളുപ്പത്തിന് വേണ്ടി ആദ്യം ടെമ്പറേച്ചർ മാത്രം അപ്ലൈ ചെയ്യപ്പെടുന്നു എന്നും അതിന് ശേഷം നമ്മൾ റെസ്ട്രിക്ഷൻ കൊണ്ട് അവിടെ വയ്ക്കുന്നു എന്നും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിയിൽ കണക്കാക്കുക. ആദ്യം റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇത് വളർന്ന് ഇവിടം വരെ എത്തും. അതിനുശേഷം നമ്മൾ റെസ്ട്രിക്ഷൻ കൊണ്ട് ഇതിനെ അകത്തേക്ക് പുഷ് ചെയ്യാണ്. ഇതിനെ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് അകത്തേക്ക് പുഷ് ചെയ്ത് റെസ്ട്രിക്ഷൻ എവിടെയാണോ വയ്ക്കുന്നത് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഇപ്പോൾ ഈ റെസ്ട്രിക്ഷൻ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആറാണ്. ഇവിടെ ആറാണ്. അപ്പോൾ ഈ ആർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ റോഡിൻ്റെ ലെങ്ത് എത്രമാത്രം കുറയുന്നു. അതായത് ഇവിടെ ആയിരുന്നതിന് ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഇവിടെ ആയിരുന്നതിന് ഈ ഒരു പോയിന്റിലായിരുന്നതിനെ ഇത്രയും ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണ്. എത്രയാണത് കുറയുന്നത്? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൽഫ ടി എല്ലിൽ നിന്ന് ലാംഡ കുറയുമ്പോഴുള്ള ഡിസ്റ്റൻസ് ആണിത്. അതായത് ആൽഫ ടി എൽ മൈനസ് ലാംഡയാണിത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൽഫ ടി എൽ മൈനസ് ലാംഡയാണ്. അപ്പോൾ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം കുറയുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ആൽഫ ടി എൽ മൈനസ് ലാംഡ എന്നാണ്.
പക്ഷെ നമുക്കറിയാം ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് അത് കാരണമുള്ള ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ PL/AE എന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ഫോഴ്സ് കാരണം ചേഞ്ച് വരുന്നതിന് PL/AE എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ച് എങ്ങനെ എഴുതാം? അപ്പം ഇവിടെ PL/AE കാരണം PL/AE എന്ന് പറയുന്നത് ആൽഫ TL മൈനസ് ലാംഡ തന്നെയാണ്. ഇവിടെ RL/AE എന്ന് പറയും. RL/AE ഈ ഒരു ഇക്വേഷൻ RL/AE എന്ന് പറയുന്നത് ഇവിടെ ആൽഫ TL മൈനസ് ലാംഡ തന്നെയാണ്. അപ്പോൾ ആൽഫ TL നിന്ന് RL/AE കുറച്ചാൽ ആൽഫ TL ആദ്യം ഇവിടെ വരെ ആൽഫ TL നിന്ന് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ 6 കാരണം കുറയുന്ന ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ RL/AE ആണ്. അത് അങ്ങനെ ആൽഫ TL നിന്ന് RL/AE കുറയുമ്പോൾ നമുക്ക് ലാംഡ കിട്ടണം. ആൽഫ TL നിന്ന് RL/AE ഈ ലോഡ് കാരണം R അപ്ലൈ ചെയ്യുന്നത് കാരണം കുറയുന്ന ലെങ്താണ്. R എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം കുറയുന്ന ലെങ്താണ്. ഫോഴ്സ് കാരണം കുറയുന്ന ലെങ്തിനെ നമ്മൾ PL/AE എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത്. അപ്പം ആൽഫ TL നിന്ന് ഇവിടെ RL/AE കുറഞ്ഞാൽ നമുക്ക് ലാംഡ കിട്ടണം. ആ ലെങ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ളതേ ഉള്ളൂ. ആൽഫ TL മൈനസ് RL/AE ഈക്വൽ ടു ലാംഡ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? RL/AE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ TL മൈനസ് ലാംഡ. RL/AE. ഇനി തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് R/A തന്നെയാണ്. തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ R/A തന്നെയാണ്. അപ്പം സ്ട്രെസ് ഈക്വൽ ടു R/A ഈക്വൽ ടു ഇയും എല്ലും എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആൽഫ TL മൈനസ് ലാംഡ ഇൻറ്റു E/L എന്ന് വരും. ഇനി ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇതെങ്ങനെ വരുന്നതെന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആൽഫ TL മൈനസ് ലാംഡ ഇൻറ്റു E/L. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതായിരിക്കും മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിൽ നിന്നായിരുന്നു. തെർമൽ സ്ട്രെസ്സസ് ഓൺ ബാർസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പം ബാർസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള തെർമൽ സ്ട്രെസ് എങ്ങനെയാണെന്നാണ്. അപ്പോൾ വീണ്ടും ഇവിടെ രണ്ട് സൈഡും റെസ്ട്രിക്റ്റഡ് ആണ്. ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. അവർ ഒട്ടും തന്നെ അനുവദിക്കുന്നില്ല. പാർഷ്യൽ റെസ്ട്രിക്ഷൻ ഒന്നുമല്ല, ഒട്ടും അനുവദിക്കാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ രണ്ട് ബാർസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ് 1 and 2. രണ്ടും രണ്ട് ഏരിയയാണ്. ഇനിഷ്യലി ദർ ഇസ് നോ സ്ട്രെസ്. ആദ്യം സ്ട്രെസ് ഒന്നുമില്ല. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ബാർസ് ടെൻ ടു എക്സ്പാൻഡ് ബട്ട് ഡ്യൂ ടു റിയാക്ഷൻ ഫ്രം ദ റെസ്ട്രിക്ഷൻ ആർ ദ ടോട്ടൽ ലെങ്ത് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് രണ്ടിനും ബാർ 1നും ബാർ 2വിനും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാനാണ്, അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനാണ് അതിൻ്റെ ടെൻഡൻസി. പക്ഷേ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷനായിട്ടുള്ള R ഉള്ളതുകൊണ്ട് അത് ഫിക്സ്ഡ് ആയിട്ട് വരും. എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത്തിന് ഒരു മാറ്റമില്ല. 1 ചിലപ്പം കൂടാം, പക്ഷെ അതിനനുസരിച്ച് 2 കുറയും. 2 ചിലപ്പം കൂടാം, പക്ഷെ അതിനനുസരിച്ച് 1 കുറയണം. അങ്ങനെ ഇൻഡിവിജ്വലി 1 and 2വിന് മാറ്റങ്ങൾ സംഭവിക്കാം, പക്ഷെ മൊത്തത്തിലുള്ള ചേഞ്ച് ഇൻ ലെങ്ത് 0 ആയിരിക്കും. അതിനകത്ത് തന്നെ രണ്ടിൻ്റെയും R എപ്പോഴും സെയിം ആയിരിക്കും. എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കൊടുക്കുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. രണ്ടിനും അപ്ലൈ ചെയ്യപ്പെടുന്ന 1നും 2വിനും അപ്ലൈ ചെയ്യപ്പെടുന്ന. കാരണം ഇവിടെ വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ഒരു മൊത്തം സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ R ഇങ്ങോട്ട് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ വേറെ ഫോഴ്സ് ഒന്നുമില്ല ഇവിടെ.
അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 പോയാൽ മാത്രമേ ബാലൻസ്ഡ് ആവുള്ളൂ. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ എപ്പോഴും ഇക്വിലിബ്രിയം സാധ്യമാണ്. എപ്പോഴും ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേ നമുക്ക് ഇവിടെ ഒരു കാര്യവും നടക്കുകയുള്ളൂ, ഇവിടെ എന്ത് കാര്യവും നടക്കുകയുള്ളൂ നമ്മുടെ ഈ സബ്ജക്റ്റിൽ. അപ്പോൾ ഒരിടത്തുനിന്ന് 6 ഉള്ളപ്പോൾ മറ്റിടത്തുനിന്ന് 6 തന്നെ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ ഡിഫറെൻ്റ് ആണ്. ഈ മെറ്റീരിയൽ 1-ലെ ഏരിയ വലുതാണ്, മെറ്റീരിയൽ 2-ലെ ഏരിയ കുറവാണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ R ബൈ ഏരിയ 1, R ബൈ ഏരിയ 2. അങ്ങനെ നമുക്ക് രണ്ടും 2 വാല്യൂ ഓഫ് സ്ട്രെസ് ആയിരിക്കും കിട്ടുന്നത്. ഏരിയ മാറുന്നതനുസരിച്ച് സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് മാറും. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഫോഴ്സ് സെയിം ആയിരിക്കും, പക്ഷേ ഏരിയ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് സ്ട്രെസ്സസിൻ്റെ വാല്യൂം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് മെറ്റീരിയൽ എടുക്കുക, ഫസ്റ്റ് ഇതെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷനാണിത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫസ്റ്റ് മെറ്റീരിയലിൻ്റെ ലെങ്ത് α1 ΔT ഇൻറ്റു L1 ഈ ഒരു ഇതിൽ കൂടാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം RL1/A1E1 കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ α2 ΔT L2 അത് കൂടാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് മെറ്റീരിയലിന് അത് കൂടും. അതേപോലെ തന്നെ RL2 എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം കുറയാനും ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ 4 ടെൻഡൻസി, അതായത് ഫസ്റ്റ് മെറ്റീരിയലിന് ടെമ്പറേച്ചർ കാരണവും എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണമുള്ള എഫക്റ്റ് ഉണ്ട്. സെക്കൻഡ് മെറ്റീരിയലിനും അത് രണ്ടും ഉണ്ട്. അങ്ങനെ മൊത്തം 4 എഫക്റ്റാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് മെറ്റീരിയലിൻ്റെ 2 എഫക്റ്റും സെക്കൻഡ് മെറ്റീരിയലിൻ്റെ 2 എഫക്റ്റും. അതിൽ ടെമ്പറേച്ചർ കാരണം രണ്ടിൻ്റെയും ലെങ്ത് കൂടാനാണ് ടെൻഡൻസി, എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം രണ്ടിൻ്റെയും ലെങ്ത് കുറയാനാണ് ടെൻഡൻസി. അപ്പോൾ അതുകൊണ്ടാണ് അത് മൈനസ് ആയിട്ട് എടുത്തേക്കുന്നത്. -RL1/A1E1 അതുപോലെ തന്നെ -RL2/A2E2. അപ്പം അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. സോ പ്ലസ് മൈനസ് എടുക്കുമ്പോൾ 0 വരും. അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. അതായത് തെർമൽ ഫ്ലക്ച്വേഷൻ കാരണമുള്ള ചേഞ്ച് ഇൻ ലെങ്ത്തും രണ്ടും കൂടെ കൂട്ടുമ്പോൾ അത് സെയിം ആയിരിക്കണം എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണമുള്ള ചേഞ്ച് ഇൻ ലെങ്ത്. ഇത് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ കാരണം ഫസ്റ്റ് മെറ്റീരിയലിനുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഇത് സെക്കൻഡ് മെറ്റീരിയലിനുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഇത് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം ഫസ്റ്റ് മെറ്റീരിയലിനുള്ള ചേഞ്ച് ഇൻ ലെങ്ത്, ഇത് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം സെക്കൻഡ് മെറ്റീരിയലിനുള്ള ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മളൊന്നുകൂടെ വാക്കുകളിൽ എഴുതിയാൽ അത് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് സം ഓഫ് ഡിഫർമേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിഫർമേഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ റിയാക്ഷൻ. രണ്ടിൻ്റെ സമ്മാണ്. സം ഓഫ് ഡിഫോർമേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിഫോർമേഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ റിയാക്ഷൻ. ഇപ്പം ഇത് ചെയ്യുമ്പോൾ വെച്ചാൽ യൂസ് സെയിം ഇക്വേഷൻ ഫോർ ടെമ്പറേച്ചർ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ 3 ബാർസ് കണക്റ്റഡ് ഇൻ സീരീസ് വരും. അപ്പോഴെല്ലാം നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. അതായത് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ കാരണമുള്ള ചേഞ്ച് ഇൻ ലെങ്തിൻ്റെ ഇക്വേഷൻ അറിയാം. ഇപ്പം 3 ആണെങ്കിൽ α1 ΔT ഇൻറ്റു L1 പ്ലസ് α2 ΔT ഇൻറ്റു L2 പ്ലസ് α2 ΔT ഇൻറ്റു L3 α2 അല്ല α3 ΔT ഇൻറ്റു L3 എന്ന് വരും. അതുപോലെ സം ഓഫ് ഡിഫോർമേഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ റിയാക്ഷൻ അറിയാം. RL1/A1E1 പ്ലസ് RL2/A2E2 പ്ലസ് RL3/A3E3 എന്നും നമുക്ക് എഴുതാം. 3 ആണെങ്കിലും ഇതേ കാര്യം ഓർത്തിട്ടാൽ മതി. സം ഈക്വൽ ടു സം ഓഫ് ടെമ്പറേച്ചർ ഡിഫോർമേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ ഡിഫോർമേഷൻ. ഇനി ഇഫ് ΔT ഈസ് പോസിറ്റീവ്, ഇത് മുമ്പുള്ളതിനും ബാധകമാണ്. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഫോഴ്സും അതുപോലെ തന്നെ സ്ട്രെസ്സും കംപ്രസീവാണ്. ΔT കൂടുകയാണെങ്കിൽ കംപ്രസീവാണ് ഉള്ളത്. ΔT നെഗറ്റീവ് ആണെങ്കിൽ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നെഗറ്റീവ് ആണെങ്കിൽ RM സ്ട്രെസ്സും ടെൻസൈലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ΔT പോസിറ്റീവ് ആണെങ്കിൽ കംപ്രസീവാണ് ഉണ്ടാവുന്ന സ്ട്രെസ്സും ഫോഴ്സും. ΔT നെഗറ്റീവ് ആണെങ്കിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും ഫോഴ്സും ടെൻസൈലാണ്.
ഇനി തെർമൽ സ്ട്രെസ്സസ് ഓൺ ബാൾസ് കണക്റ്റഡ് ഇൻ പാരലായിട്ട് ബാൾസ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ഇപ്പം ഈ രണ്ട് ഫോമിൽ ഏത് ഫോം വേണമെങ്കിലും ആവാം. ഇതിപ്പം ബാർ 1 ആണ്, അതിനകത്ത് ഇതൊരു സിലിണ്ടറാണ്, പുറത്ത് ഒരു മെറ്റീരിയലുണ്ട്, 1 മെറ്റീരിയലാണ്, അകത്ത് സെക്കൻഡ് മെറ്റീരിയൽ. അപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും, മുകളിൽ ഒരു മെറ്റീരിയൽ താഴെ ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിലായിരിക്കാം. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിനകത്ത് സപ്പോസ് ആൽഫ 1 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ 2. ആൽഫ 1 ആൽഫ 2വിനേക്കാൾ ഗ്രേറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? ആൽഫ 1 എന്ന് പറയുന്നത് അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആൽഫ 1 ആണ് കൂടുതൽ, അപ്പോൾ ആൽഫ 1 കൂടുതൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ആൽഫ 2 കുറച്ച് ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ ആൽഫ 1 ഇത്രയും ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളപ്പോൾ ആൽഫ 1 ഇത്രയും ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളപ്പോൾ ആൽഫ 2 ഇത്രയും ഇവിടം വരെ ഇൻക്രീസ് ചെയ്യുള്ളൂ. പക്ഷേ ഇതിനങ്ങനെ വേർപെട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ദീസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് മെറ്റീരിയൽ 1ഉം 2ഉം തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? മെറ്റീരിയൽ 2 മെറ്റീരിയൽ 1നെ ഇങ്ങോട്ട് വലിക്കും. അതുപോലെ മെറ്റീരിയൽ 1 മെറ്റീരിയൽ 2വിനെ തിരിച്ചിങ്ങോട്ടും വലിക്കും. ഇങ്ങനെ വലിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. ഫൈനലി അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലൈനിൽ ഇത് സെറ്റിൽഡ് ആവും. ഈ ഒരു ലൈനിലായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത് അവസാനം വരുമ്പോൾ സെയിം ആയിരിക്കും. ആദ്യം വ്യത്യസ്തമായിട്ട് ഒന്നിന് കൂടുതലും ഒന്നിന് കുറവുമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടെങ്കിലും അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു വലി കാരണം, ആ ഒരു പുള്ളിങ് അല്ലെങ്കിൽ പുഷിങ് കാരണം അവസാനം രണ്ടും ഒരു പോയിന്റിൽ വന്നെത്തി നിൽക്കും. കാരണം രണ്ടും ഒരുമിച്ച് കിട്ടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. ഡെൽറ്റ L1 ഈക്വൽ ടു ഡെൽറ്റ L2. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. ഇവിടെ ഫസ്റ്റ് മെറ്റീരിയലിന് ഇവിടെ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 6 തന്നെയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 6 തന്നെയാണ് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ അല്ല 6 അപ്ലൈ ചെയ്യുന്നത്. 1ൻ്റെ മേലെ 6 അപ്ലൈ ചെയ്യുന്നത് 2 ആണ്, 2ൻ്റെ മേലെ 6 അപ്ലൈ ചെയ്യുന്നത് 1 ആണ്. അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ എടുത്താൽ അതായത് ആൽഫ കൂടുതലുള്ള മെറ്റീരിയൽ എടുത്താൽ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ലെങ്ത് കൂടാനാണ് ടെൻഡൻസി. പക്ഷെ അതേസമയം 6 കാരണം മറ്റേതിങ്ങനെ പിടിച്ചു വലിക്കുന്ന കാരണം 6 കാരണം ലെങ്ത് കുറയാനാണ് ടെൻഡൻസി. അപ്പോൾ ആൽഫ 1 ഡെൽറ്റ ടി L1 മൈനസ് RL1/A1 എന്ന് വരണം, കാരണം കുറയാനാണ് അവിടെ ടെൻഡൻസി. രണ്ടാമത്തെ മെറ്റീരിയൽ നോക്കുക. രണ്ടാമത്തെ മെറ്റീരിയലും ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഇവിടം വരെ ലെങ്ത് കൂടാനാണ് ടെൻഡൻസി. പക്ഷേ ടെമ്പറേച്ചർ ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ 1 കാരണം വീണ്ടും കൂടാനാണ് ടെൻഡൻസി. അപ്പോൾ അവിടെ മാത്രം ആറിൻ്റെ ടേമും പോസിറ്റീവ് വരും. നമ്മൾ ഈ രണ്ട് ഡെറിവേഷൻ നോക്കുമ്പോൾ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ കാരണം ലെങ്ത് കൂടുന്നത് ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ മാത്രം നമ്മൾ പോസിറ്റീവ് ഡെൽറ്റ L1 ഈക്വൽ ടു ഡെൽറ്റ L2 എന്ന് എടുത്തു. ഡെൽറ്റ L1ൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വന്നു, ഡെൽറ്റ L2ൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വന്നു. ഇവിടെ മാത്രം നമുക്ക് ബാക്കി എല്ലാ ആറിൻ്റെ ടേംസ് നമ്മൾ ആദ്യം നെഗറ്റീവ് എന്നാണ് എഴുതുന്നത്, പക്ഷെ ഇവിടെ മാത്രം അത് പോസിറ്റീവ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ആൽഫ 1 ഡെൽറ്റ ടി L1 മൈനസ് ആൽഫ 2 ഡെൽറ്റ ടി L2 ഈക്വൽ ടു RL1/A1 പ്ലസ് RL2/A2 E2 എന്ന് വരും. അതായത് അതിൻ്റെ വേർഡ്സിൽ എഴുതിയത് നോക്കിയാൽ ഡിഫറൻസ് ഇൻ എലോങ്ങേഷൻ ഡ്യൂ ടു തെർമൽ ഫ്ലക്ച്വേഷൻ, നേരത്തെ സമ്മായിരുന്നു, ഇപ്പോൾ അത് ഡിഫറൻസ് ആയി. ഡിഫറൻസ് ഇൻ എലോങ്ങേഷൻ ഡ്യൂ ടു തെർമൽ ഫ്ലക്ച്വേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിഫോർമേഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ റിയാക്ഷൻ. ഡിഫറൻസ് ഇൻ എലോങ്ങേഷൻ ഡ്യൂ ടു തെർമൽ ഫ്ലക്ച്വേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിഫോർമേഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ റിയാക്ഷൻ. അപ്പം മുകളിൽ മാത്രം ഡിഫറൻസ് വരുന്നു. നേരത്തെ രണ്ടും സമ്മായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ തെർമൽ ഫ്ലക്ച്വേഷൻ കാരണമുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഡിഫറൻസ് ആണ് വരുന്നത്. ആൽഫ 1 ഡെൽറ്റ ടി L1 മൈനസ് ആൽഫ 2 ഡെൽറ്റ ടി L2 എന്ന് വരും. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ നോക്കിയാൽ ഇവിടെയും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ഒക്കെ സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിക്കും, യാതൊരു മാറ്റവും വരുത്തണ്ട.
ഒന്നുകൂടെ പറയുകയാണ്, ഈ രണ്ട് കേസിലും ബാഴ്സൺ ടെമ്പറേച്ചർ തെർമൽ സ്ട്രെസ്സസിൽ സീരീസ് ആയാലും പാരലൽ ആയാലും അതിൻ്റെ ഇക്വേഷൻസ് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും അതേ ഇക്വേഷൻസ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. അതിനകത്ത് മൈനസ് ഒന്നും കേട്ടാൽ നിൽക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ സീരീസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ കംപ്രസീവ് ആയിരിക്കും സ്ട്രെസ്സൊക്കെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ടെൻസൈലായിരിക്കും സ്ട്രെസ്സൊക്കെ. ഇവിടെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹയർ ആൽഫയുള്ള ബോഡിക്ക് കംപ്രസീവ് ആയിരിക്കും സ്ട്രെസ്സ്, ലോവർ ആൽഫ ഉള്ളതിന് ടെൻഷനായിരിക്കും. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഹയർ ആൽഫ ഉള്ളതിന് ടെൻഷനായിരിക്കും, ലോവർ ആൽഫ ഉള്ളതിന് കംപ്രഷനായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാകും. പക്ഷെ ആര് പിടിച്ച് ഇതിനെ താഴേക്ക് വലിക്കും? ലോവർ ആൽഫ ഉള്ള മെറ്റീരിയൽ ഇതിനെ താഴേക്ക് വലിക്കും. അപ്പോൾ ഇവിടെ ചുരുങ്ങാനാണ് ടെൻഡൻസി. എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണം അതിൻ്റെ നാച്ചുറലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് താഴേക്ക് വരാനാണ് കാരണം. ഇത് കാരണം ഒരുപാട് ആൽഫ ഡെൽറ്റ ആൽഫ എച്ച് മെറ്റീരിയൽ, ആൽഫ എച്ച് ഹയർ ആൽഫയുള്ള മെറ്റീരിയലിൻ്റെ ലെങ്ത് ആദ്യം കൂടാനാണ് ടെൻഡൻസി, ഒരുപാട് കൂടാൻ ടെൻഡൻസി. പക്ഷേ മറ്റേതിനൊപ്പം നിൽക്കാൻ വേണ്ടി മറ്റേത് പിടിച്ച് താഴേക്ക് വലിക്കും. അപ്പം താഴേക്ക് വലിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചെറുതാവാൻ വേണ്ടി ചുരുക്കാൻ വേണ്ടി ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് കംപ്രസീവായിട്ട് വരുന്നത്. അതേസമയം മറ്റേതിൻ്റെ എഫക്റ്റ് നേരെ തിരിച്ചാണ്. അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളൂ. പക്ഷേ മുമ്പേ പോയതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യത്തെ മെറ്റീരിയൽ ഇതിനെ പിടിച്ച് മുന്നിലേക്ക് വലിക്കും, ലെങ്ത് കൂട്ടാൻ ശ്രമിക്കും. അതുകൊണ്ട് ടെൻഷൻ വന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് കൂടുതൽ ഹയർ ആൽഫയുടെ മെറ്റീരിയലിൻ്റെ ലെങ്ത് കൂടുതൽ കുറയാൻ ശ്രമിക്കും. മറ്റേതിൻ്റെത് കുറച്ചേ കുറയുള്ളൂ, എല്ലിൻ്റെത് കുറച്ചേ കുറയുള്ളൂ. പക്ഷെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ട് കൂടുതൽ കുറഞ്ഞാലും പിടിച്ച് മുന്നിലേക്ക് വലിക്കും. ഇതിനെ ഡെൽറ്റ എച്ചിനെ പിടിച്ച് മുന്നിലേക്ക് വലിക്കുന്ന ടെൻഷൻ ഇവിടെ വരും, ഇവിടെ കംപ്രഷൻ വരും. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ആദ്യം സീരീസിൻ്റെയും രണ്ടാമത് മറ്റേതിൻ്റെയും പ്രോബ്ലം ഉണ്ട്. ദ ഫോളോയിങ് ബാർ connected in series is subjected to a rise in temperature of 50 degrees Celsius. Find the reaction force developed from the supports and the stresses on each of the sections. അപ്പോൾ ഒരു ബാർ കണക്റ്റിംഗ് സീരീസ് വന്നിട്ടുണ്ട്. 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഫൈൻഡ് ദ റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്ഡ് ഫ്രം ദി സപ്പോർട്ട്സ്. ഫോഴ്സും കണ്ടുപിടിക്കണം, അതുകൊണ്ട് ഓരോ മെറ്റീരിയലുള്ള സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ 80 GP ആണ്, അലുമിനിയമാണ്, 24 × 10⁻⁶. ഇവിടെ സ്റ്റീലിൻ്റെത് 200 GP, 12 × 10⁻⁶. ലെങ്ത് 15, 75 ആണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഗിവണായിട്ടുള്ള ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഏരിയ ഇവിടെയും സർക്കുലറാണ്. അപ്പം πd²/4, πd²/4. ഇവിടെ ഇതിനെ നമ്മൾ മെഗാ പാസ്കൽ, ഗിഗാ പാസ്കലിൽ തന്നേക്കുന്ന, GPയിൽ തന്നേക്കുന്നത് മെഗാ പാസ്കലാക്കി മാറ്റി എഴുതി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. മെഗാ പാസ്കൽ 200 × 10⁻³ മെഗാ പാസ്കൽ, 80 × 10⁻³ മെഗാ പാസ്കൽ. ഫോർ ദ ബാർസ് ഇൻ സീരീസ് അണ്ടർ തെർമൽ ഫ്ലക്ച്വേഷൻ ആണെങ്കിൽ സം ഓഫ് ഡിഫോർമേഷൻ ഡ്യൂ ടു തെർമൽ ഫ്ലക്ച്വേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിഫോർമേഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ. അപ്പോൾ അത് രണ്ടും എഴുതി. അപ്പം എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ കാരണമുള്ളത്, തെർമൽ ഫ്ലക്ച്വേഷൻ കാരണമുള്ളത് α1 ΔT L1 + α2 ΔT L2 = RL1/A1 + RL2/A2 അത് എഴുതി. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. നിങ്ങൾ നമുക്കുള്ള 6 മാത്രമേ അതിനകത്ത് അറിയാത്തതായിട്ടുള്ളൂ. 6 ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 63708.57 ന്യൂട്ടൺ അല്ലെങ്കിൽ 63.708 കിലോ ന്യൂട്ടൺസ് എന്ന് നമുക്ക് കിട്ടും. ഇനി സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂട്ടൺ ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ മതി. രണ്ടിൻ്റെ ഏരിയ വ്യത്യാസമാണ്, ഫോഴ്സ് സെയിം ആണ്. നമുക്ക് ഒന്ന് 90.129 കിട്ടും, ഒന്ന് 129.786 കിട്ടും മെഗാ പാസ്കൽസ്. ഏരിയ കുറവായതിനായിരിക്കും കൂടുതൽ സ്ട്രെസ്. എപ്പോഴും ഏരിയ കുറവാണെങ്കിൽ സ്ട്രെസ് കൂടുതലായിരിക്കും. കുറച്ച് മെറ്റീരിയലല്ലേ ഉള്ളൂ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട്, ഫോഴ്സിൻ്റെ എഫക്റ്റിനെ തടഞ്ഞു നിർത്താൻ കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ ഏരിയ കുറവാണെങ്കിൽ. അതുകൊണ്ടാണ് സ്ട്രെസ് കൂടുതലാണ്. ആ കുറച്ച് മെറ്റീരിയലാകുമ്പോൾ ഓരോ പോയിന്റിലും വരുന്ന ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും.
അടുത്തത് വീണ്ടും അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ. എ ഹോളോ സിലിണ്ടർ ഓഫ് അലുമിനിയം വിത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ 100 mm encapsulates steel of diameter 50 mm. The length of the compound bar is 20 cm. അതിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. Find the stress developed on each material and total elongation when the temperature increases by 70 Kelvin. അവിടെ കെൽവിൻ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടല്ല, വഴി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. കെൽവിൻ ആയാലും ഡിഗ്രി സെൽഷ്യസ് ആയാലും ഈ കാൽക്കുലേഷൻസിൽ മാറ്റമൊന്നുമില്ല, കാരണം ഇവിടെ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസും കെൽവിനും ഒരേ രീതിയിൽ പോകുന്നതാണ്, അതിൻ്റെ ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പം അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഡിഫറൻസ് 70 കെൽവിൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിലെ ഡിഫറൻസ് തന്നെയാണ് എടുക്കേണ്ടത്. ഇവിടെ യാതൊരു മാറ്റമില്ല. അപ്പം ഡിഗ്രി സെൽഷ്യസ് എന്നാണോ കെൽവിൻ എന്നാണോ തന്നിരിക്കുന്നതെന്ന് യാതൊരു നിങ്ങളെ ബോധർ ചെയ്യേണ്ട, രണ്ടാണെങ്കിലും സെയിം ആണ്. അപ്പോൾ അലുമിനിയം ഇങ്ങനെയാണ്, അതിൻ്റെ ഘടന എങ്ങനെയാണ്. അലുമിനിയം പുറത്ത് അലുമിനിയം ഇൻറ്റേർണൽ ഡയമീറ്റർ 50 mm, എക്സ്റ്റേണൽ ഡയമീറ്റർ 100 mm. സ്റ്റീലിന് ഒരു ഡയമീറ്റർ ഉള്ളൂ, അത് 50 mm ഡയമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പൗണ്ട് ബാർ വരുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ΔT70 ആണ്. അലുമിനിയം, സ്റ്റീൽ, ഇത് ഇൻഫർമേഷനൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ അലുമിനിയമാണ് മെറ്റീരിയൽ 1 ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഹോളോ സിലിണ്ടറാണ്, ഹോളോ സർക്കുലറാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും ഉണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ π × ഔട്ടർ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്നർ ഡയമീറ്റർ സ്ക്വയർ ബൈ 4 എന്നാണ് എടുക്കേണ്ടത്. അകത്തുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട, അത് സർക്കുലറാണ്, അകത്ത് ഹോളൊന്നുമില്ല. അപ്പോൾ π × ഡയമീറ്റർ സ്ക്വയർ ബൈ 4, π × 50 സ്ക്വയർ ബൈ 4. അപ്പോൾ ഇത് തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്, പലരും തെറ്റിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഡയമീറ്റർ ഏരിയ എങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ π × ഔട്ടർ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്നർ ഡയമീറ്റർ സ്ക്വയർ ബൈ 4. Number 4 bars connected in parallel subjected to thermal fluctuation. Difference in deformation due to thermal fluctuations is equal to sum of deformation due to external restriction. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പം α1 മൈനസ് α2 എടുത്തു, നമ്മൾ ചെയ്തു. സപ്പോസ് ഇപ്പോൾ α2 ആണ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ α2 ΔT L2 മൈനസ് α1 ΔT L1 എന്ന് എടുക്കണം. അത് അവിടെ, അതായത് ഇവിടെ എപ്പോഴും പോസിറ്റീവ്, ഇതിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വരുന്ന രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. α1 കൂടുതലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം α1 എടുത്തത്. α2 ആണ് കൂടുതൽ, α2 ΔT L2 ആണ് കൂടുതലെങ്കിൽ അതാണ് ആദ്യം വരേണ്ടത്. എപ്പോഴും ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് ആവശ്യം, നെഗറ്റീവ് വാല്യൂ അല്ല ആവശ്യം. പോസിറ്റീവ് വാല്യൂ തന്നെയാണ് ആവശ്യം, അബ്സല്യൂട്ട് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതി. കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങളത് ചെയ്തെടുക്കണം, കാൽക്കുലേറ്ററിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, R = ഇങ്ങനെ ഈ ഒരു വാല്യൂ കിട്ടും, 179,929.313 ന്യൂട്ടൺ, അല്ലെങ്കിൽ 179.929 കിലോ ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ഇനി ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിനും സെയിം ആണ്, അതായത് സ്റ്റീലിനായാലും അലുമിനിയത്തിനായാലും മെറ്റീരിയൽ 1-നായാലും 2-നായാലും ചേഞ്ച് ഇൻ ലെങ്ത് സെയിം ആണ്. അപ്പോൾ ഏതിനെങ്കിലും ഒന്നിന് വേണ്ടി കണ്ടുപിടിച്ചാൽ മതി. അപ്പം അതാണ് ഇവിടെ ഇരിക്കുന്നത്. സ്റ്റീലിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് തന്നെയാണ് അലുമിനിയത്തിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പോൾ അലുമിനിയത്തിനാണ് ആൽഫ കൂടുതൽ. അപ്പോൾ അലുമിനിയം ആദ്യം ടെമ്പറേച്ചർ മാത്രം കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം കൂടുതൽ ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനുശേഷം സ്റ്റീൽ അലുമിനിയത്തിനെ പിടിച്ച് താഴേക്ക് വലിക്കും. അതുകൊണ്ട് ഇവിടെ മൈനസാണ് കൊടുക്കേണ്ടത്, അപ്പോൾ α1 കൂടുതലായതുകൊണ്ടാണ് ഇവിടെ മൈനസ്. α1 ΔT L1 എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ടാണ് അലുമിനിയം ആദ്യം ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ സാധ്യത ഉള്ളത്. അതിനുശേഷം സ്റ്റീൽ അതിനെ താഴേക്ക് പിടിച്ച് വലിക്കും. അതുകൊണ്ടാണ് ഇവിടെ -1 -RL1/A1E1. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും, 0.25963 mm. അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അത് പഠിക്കണം. ഇത് തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു.